മൈൻക്രാഫ്റ്റിൻ്റെ തേർഡ് പാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മൾ ഇച്ചിരി ഇടയ്ക്കൊക്കെ ഗ്രൈൻഡൊക്കെ ചെയ്തായിരുന്നു. കുറച്ച് ഫുഡും പിന്നെ 2 ബെഡൊക്കെ ഉണ്ടാക്കി. അങ്ങോട്ടൊക്കെ ഇരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് തിരിച്ചൊക്കെ വെച്ച്. അപ്പോൾ ഞാൻ എൻ്റെ അപ്പുറത്ത് ഞാൻ പെട്ടി കണ്ടൊക്കെ പൊളിച്ചപ്പോൾ അപ്പുറത്ത് കുറേ സാധനം പോയിരുന്നു. കുറേ ഒരു സ്ട്രോയോ അങ്ങനെ വരുന്ന സാധനം. അത് കുറച്ച് 3 നമ്മുടെ കയ്യിലുണ്ട്. എന്താ വെജിറ്റബിൾ സ്ട്രോയോ അങ്ങനെ വേറെ. നമുക്ക് വിശക്കുമ്പോൾ കഴിക്കാം. ഞാനത് കഴിക്കാൻ നോക്കട്ടെ. കഴിച്ചപ്പോൾ എന്തോ നമുക്ക് പ്രത്യേകം എന്തോ പറ്റിയെന്ന് പറഞ്ഞു. അത് കഴിച്ചപ്പോൾ എന്തോ ചുമന്ന വെട്ടം പോലെ പോയി. ബൗള് കിട്ടിയായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ സോംബി അതൊക്കെ വന്നിങ്ങനെ കടിക്കുകയോ ഇടിക്കുകയോ ചെയ്തു. അപ്പം ഇച്ചിരി ഹെൽത്ത് പോയായിരുന്നു. 2 ഹെൽത്തൊക്കെ ബാക്കിയുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് സ്റ്റോൺ ഐറ്റംസ് ഉണ്ടാക്കണം. എനിക്ക് വുഡൊക്കെ എടുത്തായിരുന്നു. ഞാൻ ഇതിനകത്ത് ഇതിൽ ഒരു ഷവലല്ലേ സോഡ്. ഒരു സോഡ് കിട്ടി. പിന്നെ 2 വുഡ് വെച്ചിപ്പോൾ എന്താണ് തൽക്കാലം സോഡ് മതി. തൽക്കാലം സോഡ് ഉണ്ടാക്കാം. നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരു ഷവലും കൂടെ ഉണ്ടാക്കിയേക്കാം. എനിക്ക് വീടിനകത്തൊരു കാര്യം ചെയ്യണം. അതിന് വേണ്ടിയാണ്. എന്താ പറയുക, മറ്റേ രാത്രി ആറായെന്ന് തോന്നുന്നു. അത് ഇങ്ങനെ മറ്റേ അങ്ങനെ സുഖമില്ല കാണാൻ. നമുക്ക് കുറച്ച് അടുത്ത പാർട്ടോലൊക്കെ ആയിട്ട് നമുക്ക് ഇതിടാം. എന്താ പറയുക, മറ്റേ സ്റ്റോണോ എന്തെങ്കിലും ഇടാം. ഞാൻ കിടന്ന് ഉറങ്ങി. അടുത്ത എപ്പിസോഡ് ഞങ്ങൾക്ക് സ്റ്റോണോ അല്ലെങ്കിൽ വുഡ് എന്തെങ്കിലുമൊക്കെ ഇടാം. ഞാൻ സ്റ്റോണ് 3 ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇച്ചിരി ഗ്ലാസ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഇതിങ്ങോട്ട് വെച്ചിട്ട് അത് വച്ചപ്പോൾ ഇച്ചിരി വെളിച്ചം വന്നു. അപ്പോൾ ഇന്ന് വീഡിയോ അധികം തന്നെ കാണത്തില്ല. ഒരു 20 മിനിറ്റൊക്കെ ഉള്ള വീഡിയോ കാണത്തുള്ളൂ. നമുക്ക് 2 ഗ്ലാസ് ആയിട്ടുണ്ട്. 3ാമത്തെ ഗ്ലാസ് ഇവിടെ വയ്ക്കാം. കാരണം ഇടയ്ക്ക് സോംബിയൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ വേറെ ഒരു പണി ഉണ്ടായിരുന്നു. ഞാൻ ഗ്ലാസ് വച്ച് പോയി. ഇനി നമുക്ക് ഗ്ലാസ് വയ്ക്കാൻ നേരിട്ട്. അല്ലെങ്കിൽ മേളിൽ എനിക്ക് ഇച്ചിരി പണിയാനുണ്ട്. ഒരു ഗ്ലാസ് ഒന്നായിട്ട് മതി. രണ്ട് ഗ്ലാസ് വീണ്ടും ആയിട്ടുണ്ട്. രാത്രി സോംബിയൊക്കെ ഒന്ന് ഇവിടെ നോക്കി നിൽക്കുക. കാരണം അപ്പം ഞാൻ ഒളിഞ്ഞു നോട്ടക്കാരാന്നൊക്കെ വിളിക്കുന്നു. ഇപ്പം ഇത്രയും ഗ്ലാസ് കഴിഞ്ഞ് അവിടെ 1 2 3 4 ഗ്ലാസും കൂടെ വേണം. അപ്പോൾ 1 ആയിട്ടുണ്ട്. ഇനി 3 കൂടെ.
ആ നേരം ഞാൻ മേളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് നോട്ടെ. അത് ഞാൻ ഇച്ചിരി വുഡിനാന്ന് എടുക്കട്ടെ. വുഡ് രണ്ടായിട്ട് ഞാൻ 6 വുഡ് മതിയായിരിക്കും. അതേ വേണ്ട, ഇപ്പം തന്നെ തീരും. ഇത് മതി, ഇട്ടെടുത്തോ. അത് കിടക്കുന്ന നടന്നുണ്ട്. ഇവിടുത്തെ ഗ്ലാസിൻ്റെ പണി കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ മറ്റേ ഇത് പണിയാം, മറ്റേ വാള് പണിയാം. ഈ പാറ്റം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, മറ്റേ മേലെ കൂടെ ഒരു വവ്വാല് പോലെ എന്തൊരു സാധനമാണ്. ഇങ്ങനെ പറന്ന് നടക്കും ഇങ്ങനെ. ഞാൻ ഇവിടെ ഒക്കെ വന്ന് നിൽക്കുമ്പോൾ അത് ചുമ്മാ പറന്ന് തട്ടിയിട്ടൊക്കെ പോകും. നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് താഴത്തേക്ക് വീണേ. ഗ്ലാസൊന്നും ആയിട്ടില്ല. ഈ സ്റ്റിക്കങ്ങ് വെച്ചേക്കാം. ഒരു ഗ്ലാസ് പറ്റത്തില്ല, അത് പോരാ. അതവിടെ കിടക്കട്ടെ. ഇന്നലത്തെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കാരണം രാത്രി കിട്ടി വെച്ചിരുന്നു. രാത്രി ആകാനായിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നോക്കട്ടെ. ഈ ഡേർട്ട് എന്നാ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു ഞാൻ. ഈ ക്രീപ്പർ പൊട്ടിച്ചതെല്ലാം ഇതാക്കിയേക്കാം. ഈ ഇവിടെ അത് നേരം കുഴിയിലേക്ക് വീഴും. ഒരെണ്ണം എൻ്റെ കയ്യിലില്ല. അത് കാര്യം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരെണ്ണം പൊട്ടിച്ചെടുക്കാം. ആ 20 എണ്ണം തീർന്നു. ഇത്രയോ ഒരു വാരലെടുത്താലോ ഇവിടുന്ന്. ഞാൻ ചുമ്മാ വെച്ച് കളയുക വാരൽ. അപ്പോൾ ഈ വാരലൊന്നും എടുത്തേക്കാം. ഈ വാരലെടുക്കാം. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എടുക്കാം. പുറകെ ഒരു വാരലിരിപ്പുണ്ടോ? വേറെ വീട് ഇതുപോലെ തന്നെ നോക്കാം. ബാരലുള്ള നമുക്ക് വാരലെടുത്ത് വെച്ചാൽ നമുക്ക് കിച്ചൺ പോലെ വല്ലതും ഉണ്ടാക്കാം. കിച്ചൺ പോലെ വല്ലതൊക്കെ ഉണ്ടാക്കാം. ഞാനൊരു ഇതെടുത്തിട്ടുണ്ട്. കാരണം വീട് ഒരു വെളിച്ചം കിട്ടുള്ള വീടല്ല. കാരണം ഈ വെളിച്ചം കിട്ടാനായിട്ട്, ഒരു വെളിച്ചമുള്ള വീടാക്കാനായിട്ട് എന്തെങ്കിലും നിലവിളക്കൊക്കെ വേണ്ട രാത്രി കത്തിക്കാൻ. അതിനടുത്താണ്. അപ്പം ഇതും കൂടെ വയ്ക്കാൻ വീടിന്. ചില സമയം വില്ലേജസൊക്കെ നമ്മുടെ വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങാൻ കാണാം. കൂടെ വയ്ക്കാം. ഇപ്പോൾ ഇച്ചിരി വെട്ടം വന്നു. ബാരലെടുത്തിട്ട് പിന്നെ ഇവിടെ വയ്ക്കാം. നമ്മൾ തുറന്നിട്ട് എന്തെങ്കിലുമൊക്കെ വയ്ക്കാം. ഇപ്പം എന്തെങ്കിലും മൊത്തം ആയുധങ്ങളായിരിക്കും. പക്ഷെ ചോണൊക്കെ എനിക്ക് ഇച്ചിരി എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, വീടിൻ്റെ അടിയിൽ കുഴിച്ചിട്ട് എടുക്കണോ നോക്കാം. ഇച്ചിരി കുഴിച്ച് നോക്കാം വീട്. ഇവിടെ സ്റ്റോണുണ്ട്, നമുക്ക് എടുക്കാം. സ്റ്റോണുണ്ട്, പക്ഷെ ഇതെന്ത് സാധനം ഇത്? എനിക്ക് സ്റ്റോൺ മതി. ഒരാൾ വേറെ ഐറ്റംസ് മതി.
സ്റ്റോൺ എനിക്ക് വേണം, സ്റ്റോൺ ഐറ്റംസ് ഉണ്ടാക്കാൻ. കോള് കിട്ടും നോക്കാം. ഈ സാധനം കൊണ്ട് എടുത്തേക്കാം. എന്താണെന്ന് വെച്ചാൽ അയ്യോ പിന്നെ പെട്ടോ. ടവറെടുക്കാൻ ഞാൻ ചെയ്യുക. ഇപ്പം അറിയാൻ പറ്റുന്നില്ല അവിടെ. ഇനി നമുക്ക് ഈ സ്റ്റോൺ കിട്ടിയ സ്റ്റോൺ എന്നാ വരണ ഡിയോർ കേബിൾ സ്റ്റോൺ. നമ്മുടെ ഈ വുഡില്ലല്ലോടാ, വുഡിന് വരുന്നത്. നമ്മളിപ്പോൾ അത്യാവശ്യം സെറ്റപ്പ് കാണില്ലേ? അത്യാവശ്യം പറഞ്ഞാൽ നമുക്ക് ഈ ചെസ്റ്റ് പ്ലേറ്റും ഒരു ഹെൽമെറ്റും മതി. പറഞ്ഞാറായിട്ടില്ല. പിന്നെ ഒരു മൂടല് പോലെ ഇവിടെ. ഞാൻ ഇത് വുഡ് എടുക്കാൻ സമയമുണ്ടോ നോട്ടെ. അയ്യോ പണി പാടി. രാത്രി ഓൾമോസ്റ്റ് ആയിക്കണം. നമുക്കെന്നാൽ ഒരു വുഡ് എടുക്കാം. പിന്നെ ആസിൻ്റെ ആസ് പോയി. അറിയാൻ അത് പോകാറായിട്ടിരിക്കുമായിരുന്നു. ഇത് വെച്ച് വെട്ടാൻ പറ്റുന്നു. അതിനും വേഗം കൈ വെച്ച് വെട്ടണം. ഇനി സ്റ്റോൺ ഐറ്റംസ് ഉണ്ടാക്കാം. അയൺ ഐറ്റംസ് ഉണ്ടാക്കാം. എൻ്റെ അയൺ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം എനിക്കറിയാതെ ആദ്യത്തെ ദിവസം ഞാൻ കളിക്കുന്നതിന് മുമ്പ് ഇച്ചിരി ഗ്രൈൻഡ് ചെയ്തിട്ടാണ് കളിക്കാൻ പോകുന്നത്. ആ സമയത്ത് ഞാൻ ഒരു കേവ് ഉണ്ട്, അതിനകത്ത് ഫുൾ ഇതായിരുന്നു. അന്ന് എനിക്ക് 64 ഇത് കിട്ടി. പിന്നെ ഇന്നാട് വെച്ചോടെ അവിടെ തന്നെ ഒരു മൈൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തായിട്ട് അവിടെ ആദ്യം ആ കാണുന്ന ഒരു കുഴി പോലെയാണ്. അവിടെ ഈ റൗണ്ട് ഇട്ട് വെച്ചാണില്ലേ, ഇത് അവിടെ 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 അവിടെയായിട്ട് എന്നിട്ട് അത് അവിടെ എനിക്ക് ഇച്ചിരി ആയം കിട്ടി. കണ്ടില്ലേ, 6 ആയം കൊണ്ട് കിട്ടി. അപ്പോൾ എല്ലാവരും കേട്ടപ്പോൾ ഞാൻ ലക്കിയാണ് വേഗം ആയം കിട്ടിയത്. ഞാനപ്പോൾ ആദ്യം ഒരു ആക്സ് ഉണ്ടാവട്ടെ. അയ്യോ അതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട്. ഞാൻ വടി ഉണ്ടാക്കിയില്ല. പിന്നെ നമുക്ക് ആക്സ് ഉണ്ടാക്കാം. ഏതല്ലേ ഇവിടെ ആക്സ് പിക്കാക്സ് ഉണ്ട്. അതിൻ്റെ പരിപാടി എപ്പോൾ ഞാൻ തീരും. പൊതി ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കിയ കാരണം എൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വയ്ക്കാം. സ്റ്റോൺ ഐറ്റം ഉണ്ടാക്കി വിതർക്ക് എടുത്ത് കൊണ്ട് വെച്ചിട്ട് സ്റ്റോൺ ഐറ്റംസ് മാത്രം ഇങ്ങോട്ട് വയ്ക്കാം. ഞാനൊരു എൻ്റെ വീടിൻ്റെ മുകളിൽ പാറ്റം വരുമോ എനിക്കറിയത്തില്ല. വീടിൻ്റെ മുകളിൽ ഇച്ചിരി ഇത് ചെയ്തേക്കാം. അപ്ഡേഷൻ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ച് ഇവിടെ ഇവിടെ മറ്റേ സാധനം അമ്പും വിലയുള്ള അവൻ വരത്തില്ല. പിന്നെ സ്കെൽട്ടൺ അങ്ങനെ ഉപദ്രവിക്കാൻ എനിക്ക് അറിയത്തില്ല. പിന്നെ സ്കെൽട്ടൺ ഇതുവരെ സ്കെൽട്ടൺ ഒരു പ്രാവശ്യം ഉപദ്രവിച്ചിട്ടുണ്ട്. അവനെ ഞാൻ കൊല്ലുകയും ചെയ്തു. പക്ഷെ വില്ലേജസിനെ കില്ലാൻ വരുന്നൊരു സാധനമില്ലേ, കില്ലാന്ന് ഉദ്ദേശിച്ചത് കൊല്ലാൻ വരുന്നൊരു സാധനമില്ലേ, എന്നാ റാവേജസോ റൈഡേഴ്സ് അവരില്ലേ വില്ലേജസ്, അവരെ എങ്ങനെ കിട്ടുന്നത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. അവരുടെ കയ്യിൽ ലൂട്ടൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. നീ എന്താ ചെയ്യണ്ടേ? ഈ കോള് കിട്ടിയില്ലെങ്കിൽ
ചാർക്കോൾ എങ്ങനെ ഉണ്ടാകണമെന്ന് എനിക്ക് അറിയാം. നാളെ രാവിലെ ഉണ്ടാകും. രാവിലെ ഞാൻ വീട് പുറമേന്ന് കാണിച്ചുതരാം. ഇതാണ് വീട്. ഇത്രയായി. അവിടെ 2 ഫുഡ് വെച്ചാൽ മതി. ഫുഡ് ബ്ലാങ്ക്. ഇത്രയായി. വില്ലേജ് ഇവിടെ വില്ലേജ് കാണുമ്പോൾ ഒരു സോംബി ഉണ്ട്. അവൻ ചത്തോടെ വെച്ചാൽ ഇവൻ തുപ്പ്. ഞാൻ കാണിച്ചു തരാം തുപ്പണം എങ്ങനെയാണ്. ഉണ്ടോ തുപ്പിന് ഭയങ്കര ഒരു ഹാർട്ടിന് പകുതി ഹാർട്ടോ അങ്ങനെ കണ്ട് പോകും. ഒരുപാട് ഇതാകത്തില്ല. കുറേ പ്രായം വലിയ അതിനനുസരിച്ച് അവൻ ഹാർട്ട് കളയും. പിന്നെ ചാനൽ ഇച്ചിരി നേരം കുറവാണ്. കാരണം എനിക്കൊരു സ്ഥലം വരെ പോകണം. അത് കാരണം വീഡിയോ ഇച്ചിരി നേരെയുള്ളത് കാരണം ഇത് ഞാൻ അവിടെ കുടുങ്ങിപ്പോയല്ലോ. ഈ വില്ലേജിനോട് ഇച്ചിരി ഇതെടുത്താലൊന്ന്. നമ്മുടെ സ്ഥലത്ത് ഇച്ചിരി കളിപ്പിക്കാം. നമുക്ക് വേണ്ട. എന്നിട്ട് നമ്മൾ അയൺ കൊണ്ട് ഇച്ചിരി ഒരു ബക്കറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കങ്ങ് സെറ്റാക്കാം. 10 അത് മതി. 5 ഫുഡ് വരുന്നുണ്ട്. കാരണം എനിക്ക് ചാർക്കോൾ ഉണ്ടാക്കിയിട്ടില്ല. മറ്റേ ഇത് ടോർച്ചെണ്ണമാണ് ചെയ്തു ചാർക്കോൾ എവിടെയില്ലേ. ഇതും നല്ല ചാർക്കോൾ കണ്ടില്ല. ചാർക്കോൾ അത് ഫുള്ളാവട്ടെ. ഇപ്പോഴത്തേക്ക് എന്തെങ്കിലും ചെയ്യാവുന്നതാവട്ടെ. എന്താണ് ചാർക്കോൾ റെഡിയായി. ഒരു ചാർക്കോളായി. എനിക്ക് സ്റ്റിക്ക് ഇടുന്ന് കിട്ടും. ഇനി ഇവിടെ ചെന്ന് ചാർക്കോൾ വെച്ച് ടോർച്ച് 4 കിട്ടിയോ? എന്നാൽ അത്ര വേണ്ട. ചാർക്കോൾ ആയിക്കോട്ടെ. അവിടെയല്ലോ ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ 4 കിട്ടൂല. അപ്പോൾ ഇപ്പത്തെനിക്ക് ഇവനിക്ക് കിട്ടണമായല്ലോ. അവിടെ കേട്ടെന്ന് വയ്ക്കാം. അപ്പം എൻ്റെ 2 ലൈറ്റ് ബാക്കിയുണ്ട്. അതിവിടെ ഇതിനകത്ത് കിട്ടി വെച്ചേക്കാം. അപ്പോൾ വേറൊരു പണിയുണ്ട്. കാരണം ഒരു അയൺ എന്തെങ്കിലും ഉണ്ടല്ലോ. അപ്പം ഒരു ബക്കറ്റ് ഉണ്ടാവും. ബക്കറ്റ് കൊണ്ട് ഇച്ചിരി വെള്ളം എടുക്കും. എനിക്ക് ബോണ് കിട്ടിയിട്ടുണ്ട്. ബോണിനെ ഉപയോഗിച്ച് നമുക്ക് ചെടിയൊക്കെ കളിപ്പിക്കാം. അപ്പം ഇച്ചിരി വെള്ളം എടുക്കട്ടെ. അയ്യോ ഒഴിച്ചിട്ടുണ്ട്. വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കനൊന്നും കൊല്ലാൻ പോകുന്നു. വെള്ളം വെച്ചാൽ കയ്യിൽ നിന്ന് വെള്ളം പോകും. പോയാൽ നമുക്ക് എടുക്കാം. എന്തെങ്കിലും വേണ്ട. നമുക്ക് ഇവിടെ ആയിട്ട് കളിക്കാം. ഇതെടുത്ത് ഇനിയുണ്ടല്ലോ ബാക്കി.
ഇത് കറക്റ്റാ. അയ്യോ ഞാൻ എന്താ ചാടി. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇച്ചിരി നേരം വീഡിയോ എടുക്കത്തുള്ളൂ, കാരണം ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പം എല്ലാവർക്കും അടുത്ത എപ്പിസോഡിൽ കാണാം. ശരി, താങ്ക് യു.